ദോശയോട് പ്രിയമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലേ. പക്ഷേ ഞാനും ദോശയും ഒരിക്കലും ചേരാറില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. എൻ്റെ അമ്മ ഈ ദോശയുടെ മാവൊക്കെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. പിന്നീട് അങ്ങോട്ട് സാമ്പാർ വരും, ചട്നി വരും, ചമ്മന്തി വരും. പക്ഷേ ഈ ദോശ മാത്രം മാറില്ല. അങ്ങനെ ദോശയോട് എനിക്ക് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ദോശ കഴിക്കാതെ ആയപ്പോൾ എന്നെ ദോശ കഴിപ്പിക്കാനായിട്ട് അമ്മ വേറൊരു ട്രിക്ക് എടുത്തു. ഈ ദോശയിൽ വെറൈറ്റീസ് കൊണ്ടുവന്നു. അതായത് മുട്ട ദോശ, നെയ് റോസ്റ്റ്, മസാല ദോശ, അങ്ങനെ. അപ്പോൾ പിന്നെ ഞാനത് കഴിക്കാനും തുടങ്ങി. അങ്ങനെ അതിലെനിക്ക് ഫേവറേറ്റ് ആയൊരു സാധനമാണ് കേട്ടോ ഈ മുട്ട ദോശ എന്ന് പറയുന്നത്. എന്നാണെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദോശ ഉണ്ടാക്കാമെന്ന്. കറിയൊന്നും ഉണ്ടാക്കാനുള്ള മനസ്സോ സമയമോ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പോയിട്ട് മുട്ട ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഈ ഒരു സാധനം ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഇതിനധികം സമയം വേണ്ട, അധികം സാധനങ്ങളും വേണ്ട. നോർമൽ ദോശ ഉണ്ടാക്കുന്ന പോലെ നമ്മളെ പാനിലേക്ക് ദോശമാവ് ഒഴിക്കുക. പിന്നെ മുട്ട എടുത്തിട്ട് അതിലേക്ക് ഉള്ളി അരിഞ്ഞതും പിന്നെ വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. പിന്നെ അത് വേവിക്കുക. വേണമെങ്കിൽ ചീസൊക്കെ ആർഭാടത്തിന് ഇടാം കേട്ടോ. അപ്പം ഇത്രയുള്ളൂ. ബൈ.